ഞാൻ പറയാൻ പോകുന്ന വിഷയം സംതൃപ്തമായ ജീവിതം എങ്ങനെ സാധ്യമാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഒരു കുടുംബത്തിൽ തൃപ്തികരമായ ജീവിതം നമുക്ക് എങ്ങനെ സാധ്യമാക്കിയെടുക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന വിവാഹിതരായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഉമ്മമാരുണ്ടെങ്കിൽ, അവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം ഫസ്വാലിഹാതു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. സൂറത്തുൻ നിസായിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച ഒരു ആയത്താണ്, ഒരാശയമാണിത്. യാഥാർത്ഥ്യമായ കുടുംബജീവിതം എന്താണ്? വിവാഹിതരായ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുവരെ കുടുംബജീവിതത്തെ സംബന്ധിച്ച് ഒരു സ്വപ്ന ലോകത്ത് അവരിതുവരെ കഴിയുകയായിരുന്നു. പൊടിപ്പും തൊങ്ങലും വെച്ച ഒട്ടേറെ സങ്കല്പങ്ങൾ ആ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിവാഹത്തോടുകൂടി അവരെന്ന് കണ്ടിരുന്ന ആ സ്വപ്ന ലോകത്തിൽ നിന്ന് മാറി ആ വിവാഹ ജീവിതം എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സങ്കല്പത്തിലെ കുടുംബജീവിതവും അനുഭവത്തിലെ കുടുംബജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പല ആളുകളും മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ കുടുംബജീവിതം സംതൃപ്തമാവാൻ നാം എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നാം നല്ല ദീർഘവീക്ഷണമുള്ളവരായിരിക്കണം. ഒരു പെൺകുട്ടി ആദ്യമായി ചെയ്യേണ്ടത് വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ ചെന്നാൽ അവൾക്ക് അവിടെയുള്ള അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും അവൾ ചെയ്യേണ്ടത് അവിടെ അവൾക്ക് ചെയ്യാനുള്ള ബാധ്യതകളെക്കുറിച്ച് ആലോചിക്കലാണ്. ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നാൽ എനിക്കൊരുപാട് അവകാശങ്ങൾ അവിടെ ഉണ്ട്. ആ അവകാശങ്ങളൊക്കെ ഞാൻ അവിടെ നടപ്പിലാക്കും എന്ന് ചിന്തിക്കുന്നതിനേക്കാളും എന്തൊക്കെ ബാധ്യതകളാണ് എനിക്ക് ഭർത്താവിന്റെ വീട്ടിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് ആ സ്ത്രീ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ കുടുംബജീവിതം നന്നാവണമെങ്കിൽ അവളുടെ മനസ്സിലുള്ള സ്നേഹവും അതുപോലെ തന്നെ ഭർത്താവിനോടും ഭർത്താവിന്റെ മാതാപിതാക്കളോടുമൊക്കെയുള്ള ബഹുമാനവും അത് സ്വന്തം ഉള്ളിൽ ഒതുക്കി വെക്കാതെ അത് പുറത്തേക്ക് പ്രകടിപ്പിച്ചാൽ ഒരു പരിധിവരെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബജീവിതം സംതൃപ്തമാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഭർത്താവിന്റെ വീട്ടിൽ ആ പെണ്ണ് താനൊരു അന്യ പെണ്ണാണ് എന്ന് ആ പെണ്ണ് എപ്പോഴും ചിന്തിക്കാതിരിക്കണം. വിവാഹം കഴിക്കുന്നതോടുകൂടി ഞാൻ ചൊല്ലുന്ന ആ വീട്ടിലുള്ള ഒരു അംഗം തന്നെയാണ് ഞാന്, അതല്ലാതെ ഞാൻ ആ വീട്ടിലൊരു അന്യ പെണ്ണല്ല എന്നുള്ളൊരു ബോധം ആ പെണ്ണിനുണ്ടായിരിക്കണം. 16-17 വയസ്സാകുവോളം സ്വന്തം മാതാപിതാക്കളുടെ ലാളനയിലും അവരുടെ സ്നേഹത്തിലും അവരുടെ ശിക്ഷണത്തിലും വളർന്നൊരു പെൺകുട്ടി മറ്റൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ കയറി വന്ന വീട്ടിൽ ഞാനൊരു അന്യ പെണ്ണാണ് എന്നുള്ള ബോധം ഒരിക്കലും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല.
മാത്രമല്ല ഈ പെൺകുട്ടി എല്ലാ ദിവസവും ദുആ ചെയ്യണം, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വ ദുർരിയാത്തിന. ഈ ദുആ ഒരു പെണ്ണ് എല്ലാ ദിവസവും ദുആ ചെയ്തിരിക്കണം. മിക്ക വീടുകളിലും ഉണ്ടാകുന്ന കുടുംബ കലഹങ്ങൾക്ക് കാരണം ഒരു പെണ്ണിന്റെ ആത്മീയമായ ജീവിതത്തിലുള്ള കുറവ് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ വീടുകളിലും ഇന്ന് പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. മാത്രമല്ല ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയുടെ ഒരുപാട് ശീലങ്ങളുണ്ട്. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സ്നേഹം രണ്ടുപേരുടെയും മനസ്സിലുണ്ട് എങ്കിൽ ആ വീട്ടിൽ പിന്നെ കുടുംബ കലഹം ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, കുടുംബ കലഹം ഉണ്ടാകുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അവർക്കുള്ള സന്താനങ്ങളെക്കുറിച്ചാണ്. വീട്ടിൽ ഉമ്മയും ഉപ്പയും ഇങ്ങനെ കലഹം കൂടുകയാണെങ്കിൽ ആ വീട്ടിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളെയാണ് ഇവരുടെ കലഹം ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ചെയ്യേണ്ടത് തന്റെ ഭർത്താവിന്റെ സ്വഭാവം അനുസരിച്ച് ആ ഭർത്താവിനോട് പെരുമാറണം. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ തീരെ ദേഷ്യപ്പെടാത്ത ഭർത്താക്കന്മാരുണ്ടായിരിക്കാം. അപ്പോൾ 5ഉം 10ഉം 15ഉം ഒക്കെ കൊല്ലം ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഈ ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ആദ്യം ഭാര്യ മനസ്സിലാക്കിയിരിക്കണം. തന്റെ ഭാര്യയുടെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ഭർത്താവ് മനസ്സിലാക്കിയിരിക്കണം. അല്ലാതിരുന്നാൽ ആ വീട്ടിൽ പിന്നെ കുടുംബ കലഹം ആരംഭിക്കുകയാണ്. ഞാൻ മുമ്പൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു ക്രിസ്ത്യാനിയായ ഒരു സഹോദരൻ ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ പള്ളിയിലുള്ള അവരുടെ അച്ഛൻ ഈ കല്യാണത്തിനു ശേഷം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന താലികെട്ടിനു ശേഷം ഒരു പ്രഭാഷണം നടത്തി. അതിൽ അദ്ദേഹം പ്രസംഗിച്ചത്, നീ ഇന്നു മുതൽ ഒരു പെണ്ണിന്റെ ഭർത്താവാണ്, അതുകൊണ്ട് തന്നെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. കുടുംബ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കലഹങ്ങളും പ്രയാസങ്ങളും ശബ്ദകോലാഹലങ്ങളുമൊക്കെയുള്ള ഒരു വിശാലമായ ജീവിതത്തിലേക്കാണ് നീ കാലെടുത്തു വെക്കുന്നത്. പള്ളിയിലെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു ഒരുപാട് ഉപദേശങ്ങൾ. അങ്ങനെ മനുഷ്യൻ ജീവിതത്തിൽ ഒരുപാട് കാലം ജീവിച്ച് 80 വയസ്സോളം ഇദ്ദേഹം ജീവിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ 80-85 വയസ്സ് പ്രായം ഇദ്ദേഹം ജീവിച്ചിട്ടും ഇദ്ദേഹത്തിനിക്ക് ഒരു ചുറുചുറുക്കുള്ള ഒരു 45 വയസ്സുള്ള ഒരു യുവാവിന്റെ ആരോഗ്യം ഇദ്ദേഹത്തിൽ ജനങ്ങൾ കാണുകയാണ്. ഈ 85 വയസ്സ് പ്രായമുള്ള ഒരു വയോവൃദ്ധനായ ഒരു മനുഷ്യൻ 45 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ആരോഗ്യത്തോടെയും ചുറുചുറുക്കോടെയും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നാട്ടുകാർക്കൊക്കെ ഒരു സംശയം, എങ്ങനെയാണ് ഇദ്ദേഹം ഇത്ര പ്രായമായിട്ടും ഇത്രയും ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള കാരണം? അപ്പോഴാണ് ഈ സഹോദരൻ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്, ഞാൻ എന്റെ കല്യാണത്തിന്റെ ദിവസം എനിക്ക് പള്ളിയിലെ അച്ഛനൊരു ക്ലാസ് എടുത്തു. അതിൽ അദ്ദേഹം പറഞ്ഞു, കുടുംബജീവിതമൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ഭാര്യ വല്ലതും നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഭാര്യ വീട്ടിൽ കലഹമുണ്ടാക്കുകയാണെങ്കിൽ ഭാര്യയോട് നിങ്ങൾ മറുപടി ഒന്നും പറയണ്ട, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. അങ്ങനെ ഭാര്യയുടെ പറച്ചിലൊക്കെ കഴിഞ്ഞ് അവരുടെ ചൂടൊക്കെ കുറച്ച് തണുത്തതിന് ശേഷം നിങ്ങൾ അകത്തേക്ക് കടന്നാൽ മതി. ഈ ഒരു ഉപദേശം ഇദ്ദേഹത്തിന് അച്ഛന് കൊടുക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു കുടുംബജീവിതത്തിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ എല്ലാ വീട്ടിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അത് ഉസ്താദാണെങ്കിലും സയ്യിദാണെങ്കിലും അത് ഏറ്റവും വലിയ പണക്കാരനാണെങ്കിലും എത്രയും വലിയ സാധുവാണെങ്കിലും എല്ലാവരുടെ വീട്ടിലും യാതൊരു ചെലവുമില്ലാതെ കിട്ടുന്ന ഒരു സാധനമാണ് കുടുംബകലഹം എന്ന് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞു, പിറ്റേ ദിവസം എന്റെ ഭാര്യ കലഹം തുടങ്ങി.
അങ്ങനെ ഭാര്യ കലഹം തുടങ്ങുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങും, പുരയുടെ ചുറ്റും ഇങ്ങനെ നടക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം വൈകുന്നേരമാകുമ്പോഴേക്കും ഈ 12 മണിക്കൂറിനുള്ളിൽ 10 മണിക്കൂർ ഞാൻ പുരക്ക് ചുറ്റും നടക്കാറാണ് പതിവ്. അങ്ങനെ 85 വയസ്സ് വരെ ഇതുവരെ ഞാൻ നടന്നതുകൊണ്ട് എന്റെ ആരോഗ്യം ഇത്രയും ക്ലിയറായിട്ട് ഇതുവരെ എനിക്ക് കൊണ്ടുപോരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ വീട്ടിലും കുടുംബകലഹമുണ്ടാകും. മഹാനായ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാള് തന്റെ വീട്ടിൽ നടക്കുന്ന കുടുംബകലഹത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറയാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അദ്ദേഹവുമായി കലഹം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പന്തം പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളത്തിപ്പട എന്ന് പറഞ്ഞതുപോലെ ഒരു ആളടുത്തേക്ക് പ്രശ്നപരിഹാരത്തിന് ചെന്നപ്പോ അവിടെ അതിലും വലിയ പ്രശ്നം നടക്കുകയാണ്. മുമ്പൊക്കെ പറയാറുണ്ട് സങ്കടത്തിന് ഹർജി കൊടുത്തിട്ട് മഹാസങ്കടം പാസ്സായി എന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കുടുംബകലഹത്തിന്റെ അടിസ്ഥാനമുള്ളത്. മുമ്പ് ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു കുടുംബ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞൊരു സഹോദരി എനിക്കൊരു എഴുത്ത് നൽകുകയാണ്. ആ സഹോദരിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം തന്റെ ഭർത്താവ് വീട്ടിൽ വന്നപ്പോ സഹോദരി തുടച്ചുകൊണ്ടിരിക്കുകയാണ്, നിലം തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ കൊടുക്കാൻ വേണ്ടി ഈ ഭാര്യ വളരെ സന്തോഷത്തോടുകൂടി അടുക്കളയിലേക്ക് ഓടുന്ന സമയത്ത് നിലം തുടച്ചുകൊണ്ടിരിക്കുന്ന ഷീല അറിയാതെ ഭർത്താവിന്റെ മേശമ്മ വെച്ചുകൊണ്ട് ഈ പെണ്ണ് അടുക്കളയിലേക്ക് ചായ ഉണ്ടാക്കാൻ പോയി. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ താൻ ഉപയോഗിക്കുന്ന മേശയിൽ തുടക്കുന്ന ശീല കണ്ടപ്പോ ആരാണിത് വെച്ചത്, ആരാണ് ഇത് ഇവിടെ വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാകും. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ടാങ്കിലുള്ളതാണ് ടാപ്പിൽ വരിക എന്ന് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലുള്ള മക്കൾക്ക് നല്ല സ്നേഹമുണ്ടാകും. മാതാപിതാക്കൾക്ക് കുട്ടികളോടും കുട്ടികൾക്ക് മാതാപിതാക്കളോടും നല്ല സ്നേഹമുണ്ടാകും. 1980 അൽബേനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഭൂകമ്പമുണ്ടായി. ഈ ഭൂകമ്പത്തിൽ 30,000 ആളുകൾ മരണപ്പെട്ടു എന്നാണ് കണക്ക്. ഈ ഭൂകമ്പം നടക്കുമ്പോൾ ആ നാട്ടിലുള്ള ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ കെട്ടിടങ്ങളും എല്ലാ വീടുകളും സ്കൂളുകളുമൊക്കെ തകർന്നുപോയി. തകർന്നുപോയപ്പോൾ ഒരു പിതാവ് തന്റെ മകൻ പഠിക്കുന്ന സ്കൂളിന്റെ ഭാഗത്തേക്ക് ഓടുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാ സ്കൂളിന്റെ മുഴുവൻ കെട്ടിടവും മൊത്തം തകർന്നു തരിപ്പണമായിട്ടുണ്ട്. തന്റെ മകൻ പഠിക്കുന്ന ക്ലാസ് നിൽക്കുന്ന ആ ഭാഗം ഒരു മൺകൂന പോലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്റെ മകനെ അതിരറ്റു സ്നേഹിക്കുന്ന ആ പിതാവ് ഒരു കൈക്കോട്ടെടുത്തുകൊണ്ട് അവിടെയുള്ള മണ്ണ് നീക്കാൻ തുടങ്ങി. മണ്ണ് നീക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്നും പോലീസും പട്ടാളവും ഒക്കെ അനൗൺസ് ചെയ്യുകയാണ്, ഈ ഭാഗത്ത് നിന്നും ആളുകൾ എത്രയും പെട്ടെന്ന് മാറിക്കൊടുക്കണം, അടുത്ത ഭൂകമ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ഈ പിതാവ് പറഞ്ഞു, ഞാൻ ഒരിക്കലും മാറുകയില്ല, ഇനി ഭൂകമ്പമുണ്ടായി മരിച്ചാലും ഞാൻ മാറുകയില്ല, എന്റെ മകനെ കണ്ടിട്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ തന്റെ മകനെ അതിരറ്റു സ്നേഹിക്കുന്ന പിതാവ് വീണ്ടും മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മണ്ണ് മാന്തി അതിന്റെ അടിയിലേക്ക് എത്തിയപ്പോൾ സ്കൂളിന്റെ 2 ചുമരുകളും ഇടിഞ്ഞു വീണ് അതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ തട്ടി നിന്നുകൊണ്ട് ഉള്ളു ഒരു റൂം പോലെ മേലെ മണ്ണ് മൂടിക്കിടക്കുകയാണ്.
അദ്ദേഹം ആകാംക്ഷയോടുകൂടി വീണ്ടും ഈ മണ്ണ് മാന്തി എന്നാണ് പറയുന്നത്. മണ്ണ് മാന്തി മാന്തി അടിയിലെത്തിയപ്പോൾ അതിന്റെ അടിയിൽ നിന്നും കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനേക്ക് ആകാംക്ഷ വർദ്ധിച്ചു. വീണ്ടും അദ്ദേഹം മാന്തിയപ്പോൾ 13 കുട്ടികൾ അതിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഈ 13 കുട്ടികൾക്കും ഈ ചുമര് താഴെ വീഴാത്തത് കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ 13 കുട്ടികളെയും ഓരോരുത്തരെയായി ഇദ്ദേഹം പുറത്തേക്ക് വലിച്ചെടുത്തു. കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ കുട്ടിയുമുണ്ട്. യാതൊരു പോറലും ഏൽക്കാത്ത ഈ 13 കുട്ടികളെയും വിളിച്ചിട്ട് ഇദ്ദേഹം ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് പേടി വന്നില്ലേ? മരണത്തോട് മുഖാമുഖം കണ്ടുകൊണ്ട് ഒരുപാട് സമയം മണ്ണിനടിയിൽ കിടന്ന് നിങ്ങൾക്ക് പേടി വന്നില്ലേ എന്ന് ഈ കുട്ടികളോട് ചോദിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ മകൻ പറയുന്നു, പിതാവേ, എനിക്കൊരിക്കലും പേടി വന്നില്ല എന്ന് മാത്രമല്ല, എന്റെ കൂടെയുള്ള ഈ 12 കുട്ടികളുടെയും പേടി മാറ്റാനും എനിക്ക് കഴിഞ്ഞു. ഞാൻ നല്ല മനസ്സിലാക്കണം, ഇവിടെ തന്റെ കൂടെ ഈ മണ്ണിനടിയിൽപ്പെട്ട 12 കുട്ടികളുടെയും പേടി മാറ്റാനും എനിക്ക് കഴിഞ്ഞു, കൂടെ എനിക്ക് യാതൊരു പേടിയും ഉണ്ടായിട്ടില്ല എന്ന് പിതാവിനോട് പറഞ്ഞപ്പോൾ ഈ പിതാവ് ചോദിച്ചു, എങ്ങനെയാണ് മോനെ ഇത്രയും ഭീകരമായ അവസ്ഥയിൽ നിനക്ക് പേടിയാവാതിരുന്നത്? എങ്ങനെയാണ് നിന്റെ കൂട്ടുകാർക്ക് നിനക്ക് അവരെ പേടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് എന്ന് ഈ കുട്ടിയോട് ചോദിച്ചപ്പോ ഈ കുട്ടി പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്കാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ കുട്ടി പറഞ്ഞത്, പിതാവേ, ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, എന്റെ അച്ഛൻ, എന്റെ ഉപ്പ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ, ഈ ഭൂകമ്പത്തിൽ മരിക്കാതെ എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെയെങ്കിലും എന്നെ എന്റെ അച്ഛൻ രക്ഷപ്പെടുത്താതിരിക്കുകയില്ല എന്നെനിക്കറിയാം. അങ്ങനെ എന്നെ എന്റെ അച്ഛൻ രക്ഷപ്പെടുത്തുമ്പോൾ നിങ്ങളും രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കുട്ടികളെ സമാധാനിപ്പിച്ചത് എന്ന് ഈ ചെറിയ കുട്ടി പറയുകയാണ്. അപ്പോൾ താനൊരു അപകടത്തിൽപ്പെട്ടാൽ ഏത് പ്രതിസന്ധിയിലും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയ, എന്നെ സ്നേഹിക്കാൻ പറ്റിയ, എന്നോടൊപ്പം നിൽക്കാൻ പറ്റിയ ഒരു പിതാവ്, ഒരച്ഛൻ എനിക്കുണ്ട്, ഒരു ഉപ്പ എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ആ പിതാവ് കൊടുത്ത സ്നേഹത്തിന്റെ അളവാണ് അവിടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് കുട്ടിയെ ശ്രദ്ധിക്കാത്തൊരു പിതാവാണെങ്കിൽ, കുട്ടിയെ ശ്രദ്ധിക്കാത്തൊരു മാതാവാണെങ്കിൽ ഒരിക്കലും ആ കുട്ടിക്ക് അങ്ങനെ ഒരു ധൈര്യം അവിടെ കൊടുക്കാൻ കഴിയില്ല. മാത്രമല്ല, ആ കുട്ടിയെ സ്നേഹിക്കാത്തൊരു പിതാവാണെങ്കിൽ വീണ്ടും ഒരു ഭൂകമ്പം വരുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും തന്റെ കുട്ടിയെ മറന്നുകൊണ്ട് സ്വയം രക്ഷ കണക്കിലെടുത്തുകൊണ്ട് ആ പിതാവ് അവിടെ നിന്ന് മാറുമായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ നല്ല കുടുംബജീവിതം, നല്ല അന്തരീക്ഷത്തിൽ വളർന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കാൻ കഴിയും. ആ മാതാവിനും പിതാവിനും കുട്ടിയെ സ്നേഹിക്കാനും കഴിയും. അപ്പൊ ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഉമ്മമാരുണ്ടെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ സ്നേഹിക്കാൻ നാം പഠിപ്പിക്കണം. ആ കുട്ടികളെ നാം അതിരറ്റു സ്നേഹിക്കണം. പ്രിയമുള്ള എന്റെ സുഹൃത്തുക്കളെ, കുടുംബജീവിതം പലതും ശിഥിലമായി കൊണ്ടിരിക്കുന്നത് ഒരു കുടുംബത്തിലെ കുടുംബനായികയും കുടുംബനാഥനും തമ്മിലുള്ള കലഹം കൊണ്ടാണ്. ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ, ആ ഭാര്യയ്ക്ക് ഒരുപാട് ശീലങ്ങൾ ഉണ്ടായിരിക്കണം. അതിൽ കുറച്ചു കാര്യങ്ങൾ ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഭാര്യമാരോട് ഉപദേശിക്കുകയാണ്. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, തന്റെ ഭർത്താവ് പുറത്തു പോകുമ്പോൾ ആ ഭർത്താവിനെ വീട്ടിന്റെ പുറത്തു വന്നുകൊണ്ട് യാത്രയാക്കണം. ഭർത്താവ് പുറത്തു പോവുകയാണ് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ, ഭർത്താവിനെ കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ, പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ, വന്നെങ്കിൽ വന്നോട്ടെ എന്നുള്ള നിലക്ക് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് കോഴികളെ വിടും പോലെ കോഴികൾക്ക് നമ്മൾ കൂട് തുറന്നു കൊടുക്കും. അങ്ങനെ കോഴി കുറുക്കം പിടിച്ചില്ലെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരും. കുറുക്കം പിടിച്ചാലോ കോഴി പോവുകയും ചെയ്യും. അങ്ങനെ വിശ്വാസത്തോടു കൂടി ഭർത്താവ് പോകുമ്പോൾ യാത്രയാക്കിയാൽ പോരാ. ഭർത്താവ് പുറത്തു പോകുമ്പോൾ ആ ഭർത്താവിനെ വീട്ടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്ന് യാത്രയാക്കണം.
ഇനി ഭർത്താവ് തിരിച്ചെത്തുമ്പോഴാണെങ്കിലോ ആ ഭർത്താവിന്റെ റൂമും അതുപോലെ തന്നെ ആ വീട്ടിലുള്ള ഗൃഹോപകരണങ്ങളുമൊക്കെ വൃത്തിയോടെ ചിട്ടപ്പെടുത്തണം. ഇപ്പൊ ചില വീട്ടിലേക്കൊക്കെ കയറി വരുമ്പോൾ പൂരം കഴിഞ്ഞ മാതിരി ഉണ്ടാകും. ഒരു ഭാഗത്ത് കുറെ ചെരുപ്പുകള്, ഒരു ഭാഗത്ത് കുറെ വസ്ത്രങ്ങള്, ഒരു ഭാഗത്ത് കുറെ കസേലകള്, ഒരു ഭാഗത്ത് എന്തൊക്കെയോ തുടക്കുന്ന വടിയും പൊടിയും, ഇങ്ങനെ തുടങ്ങി ഒരു കോട്ടക്കൽ പോലത്തെ പൂരം കഴിഞ്ഞ മാതിരി ആയിരിക്കും വീട്ടിലേക്ക് കയറി വരുമ്പോ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥ വീട്ടിൽ കാണുമ്പോ ഈ ഭാര്യയോട് ഭർത്താവിന് സ്നേഹം കുറയും. നേരെ മറിച്ച് എല്ലാം നല്ല ചിട്ടയോടും അടുക്കത്തോടും കൂടി ഒക്കെ ഗൃഹത്തിലുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ ഭർത്താവിന്റെ റൂമൊക്കെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് സ്നേഹം കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്ത് തിരക്കുണ്ടെങ്കിലും ഭർത്താവ് വരുന്ന സമയത്ത് ഉമ്മറത്ത് വന്നുകൊണ്ട് കൊലായിൽ വന്നുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഭർത്താവിനെ സ്വീകരിക്കണം. ഭർത്താവ് വരുമ്പോ ചിരിക്കാനേ പാടുള്ളൂ, ഇളിക്കാൻ പാടില്ല. ചിരിയും ഇളിയും രണ്ടും വേറെയാണ്. അപ്പൊ ചില പെണ്ണുങ്ങളെ ഇളിക്കാറാണ്. അപ്പൊ ഇളി കാണുമ്പോൾ തന്നെ ഭർത്താവിന് ചൂട് കയറും. അപ്പൊ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഭർത്താവിനെ സ്വീകരിക്കുക വീട്ടിലേക്ക്. പിന്നെ മറ്റൊന്ന് ചെയ്യേണ്ടത് ഭർത്താവിന് ഇഷ്ടമുള്ള പാനീയം കൊടുക്കണം. ഭർത്താവിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ജ്യൂസാണ് ഭർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം, ചായയാണെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുക്കണം. ഏത് പാനീയമാണ് ഭർത്താവിന് ഇഷ്ടമുണ്ട് എങ്കിൽ അത് സ്ത്രീകൾ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഭർത്താവ് ഭക്ഷണം കഴിക്കുമ്പോ ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. മാത്രമല്ല ഏതെങ്കിലും ഭർത്താക്കന്മാർ ഭക്ഷണം ബാക്കിയാക്കിയിടുന്നവരുണ്ട് എങ്കിൽ ആ ഭർത്താവിന്റെ ബാക്കി ഭക്ഷണം ഭാര്യ സന്തോഷത്തോടുകൂടെ കഴിക്കണം. പിന്നെ ചെയ്യേണ്ടത് ഭർത്താവിന്റെ വസ്ത്രങ്ങൾ വൃത്തിയാക്കി യോജിച്ച വസ്ത്രങ്ങൾ ഭർത്താവിന് സെറ്റ് ചെയ്തു വെക്കണം. ഇന്ന ദിവസത്തിൽ ഇന്ന വസ്ത്രമാണ് ഭർത്താവിന് ഇഷ്ടം എന്ന് മനസ്സിലാക്കിയിട്ട് ഭർത്താവിന് വേണ്ട വസ്ത്രങ്ങൾ അത് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് ഭർത്താവ് വന്ന് കയറിയ ഉടനെ തന്നെ ടെൻഷൻ ഉണ്ടാകുന്ന ഒന്നും ഭർത്താവിനോട് പറയാൻ പാടില്ല. ഇപ്പൊ പല സ്ത്രീകളും ചെയ്യാറുള്ളത് ഭർത്താവ് വീട്ടിലേക്ക് വരാൻ കാത്തുക്കായിരിക്കും പരാതികൾ പറയാൻ. ഭർത്താവ് വീട്ടിലേക്ക് കയറുന്നതോടുകൂടി ഈ പരാതികളുടെ പടക്കമാല അവിടെ പൊട്ടാൻ തുടങ്ങുകയാണ്. ഒന്ന് രണ്ടുമല്ല, ഭർത്താവിന് ചൂടാകാൻ എന്തൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ ഭർത്താവിനോട് വിളിച്ചു പറയും. പിന്നെ അവിടെ അന്ന് വൈകുന്നേരം വരെ യാതൊരു സമാധാനവും ഉണ്ടാവുകയില്ല. അടിയും പിടിയും കലഹവും മൊത്തം ആകെ പൊരിഞ്ഞ തല്ലായിരിക്കും. അരി ഇല്ല മല്ലി ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഭർത്താവിന്റെ കുറ്റമല്ല, അത് തലേ ദിവസം കൊണ്ടുവന്ന് കൊടുത്താൽ മതി. തിന്നുന്ന പ്രശ്നമല്ല. തിന്നുന്ന പ്രശ്നത്തിന് നമ്മള് ഭാര്യമാരെ അങ്ങനെ ചൂടായിട്ട് കാര്യമില്ല, നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തെങ്കിലേ അവർക്കുണ്ടാവുകയുള്ളൂ. പക്ഷെ അത് നമ്മൾ അത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഏതായാലും എന്ത് കാര്യമാണെങ്കിലും ഭർത്താവിനെ ചൂടാക്കുന്ന കാര്യങ്ങൾ ഒരു ഭാര്യയും കയറി വന്ന ഉടനെ തന്നെ പറയരുത്. അത് ഭർത്താവിന്റെ കാലാവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ മതി. ചൂട് കാലാവസ്ഥയും തണുപ്പ് കാലാവസ്ഥയും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഏത് കാലാവസ്ഥയിലാണ് വരുന്നത്, നല്ല ദാഹിച്ചു വലഞ്ഞ് കുറച്ച് വെള്ളത്തിന് വേണ്ടി വീട്ടിലേക്ക് കയറി കാലെടുത്ത് വെക്കുമ്പോഴേക്കായിരിക്കും ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അവതരിപ്പിക്കുക എന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ആ പ്രശ്നം അവിടെ മൂർച്ഛിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അപ്പൊ ഏതായാലും ഒരു നല്ല കുടുംബ ജീവിതത്തിൽ ഒരു ഭർത്താവിനോട് ചെയ്യാൻ പറ്റിയ, ഭർത്താവിന് ചെയ്തു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാനിതുവരെ സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഭാര്യമാരെ വീട്ടമ്മമാരെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഉമ്മമാരെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യയ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ ഭർത്താവിന്റെ ഇഷ്ടം വേണം. ഉമ്മയുടെയും ഉപ്പയുടെയും ഇഷ്ടം മാത്രമുള്ളത് കൊണ്ട് ഒരു ഭാര്യയ്ക്ക് നാളെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയുകയില്ല എന്നാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അയ്യുന്നാസി അഅ്ളമു ഹഖ്ഖൻ അലൽ മർഅ, ഒരു സ്ത്രീക്ക് ഏറ്റവും ഹക്ക് ആരോടാണ് നബിയെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഖാല സൗജുഹാ, ഒരു പെണ്ണിന് ഏറ്റവും ഹക്കുള്ളത് അവളുടെ ഭർത്താവിനോടാണ്. വീണ്ടും ആയിഷ ബീവി ചോദിച്ചു, അയ്യുന്നാസി അഅ്ളമു ഹഖ്ഖൻ അലർ റജുലി, ഒരു പുരുഷന് ഏറ്റവും ഹക്ക് ആരോടാണ് നബിയെ? ആ സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മുഹു വ അബുഹു, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉമ്മയോടും ബാപ്പയോടുമാണ് ഏറ്റവും കടപ്പാടുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഉമ്മാന്റെ കാലടി കീഴിലാണ് സ്വർഗം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഹക്കുള്ളത് അവന്റെ ഉമ്മയോടാണ്, അവന്റെ ഉപ്പയോടാണ്. നേരെ മറിച്ചൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഹക്കുള്ളത് അവളുടെ ഭർത്താവിനോടാണ്. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ കൃഷിപ്പണിക്കിറങ്ങുന്ന ഉപ്പമാരുണ്ടായിരുന്നു. ആ ഉപ്പക്ക് ഉച്ച സമയത്ത് കഞ്ഞിയുമായിട്ട് പാടത്തേക്ക് കഞ്ഞിപ്പാത്രവും പിടിച്ചു പോകുന്ന മക്കളുണ്ടായിരുന്നു. ആ മകൻ ഉപ്പക്ക് കഞ്ഞിയുമായി കൊണ്ടുചെല്ലുമ്പോ ആ കഞ്ഞിയിൽ നിന്ന് പകുതി കഞ്ഞി ഉപ്പ കുടിച്ചിട്ട് വിശന്ന് ആകെ പൊരിയുന്ന തന്റെ മകന്റെ മുഖത്ത് നോക്കിയിട്ട് ആ കഞ്ഞിയിൽ നിന്ന് പകുതി ഉപ്പ കുടിച്ചിട്ട് പകുതി ഈ വിശന്ന മകന് തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ തന്റെ മകന് വേണ്ടി പകുതി വയറ് നിറച്ച് മക്കളെ സ്നേഹിച്ച ഉപ്പയും രാവിലെ പാടത്തേക്ക് പോയി കഷ്ടപ്പെട്ട് പാടത്ത് അധ്വാനിക്കുന്ന തന്റെ ഉപ്പയ്ക്ക് വേണ്ടി കഞ്ഞിയുമായി പോകുന്ന മക്കളുമൊക്കെ മുമ്പുണ്ടായിരുന്നു. പക്ഷേ ആ സ്നേഹവും ആ ബഹുമാനവും ഒക്കെ ഇന്ന് നമ്മുടെ നാടുകളിൽ നിന്ന് എടുത്തുപോയിരിക്കുകയാണ്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്. മഹാനായ ഹസൻ തങ്ങൾ ഒരു ദിവസം ഉമ്മയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് വിശന്നുകൊണ്ടിരിക്കുമ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ ഒരു കാരക്കയുടെ ചീന്തെടുത്തുകൊണ്ട് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് നൽകുകയാണ്. ഈ ഉമ്മ കൊടുത്ത കാരക്ക ചീന്തുമായി ഉമ്മാന്റെ മുമ്പിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ബഹുമാനപ്പെട്ട ഹസൻ തങ്ങൾ ഇങ്ങനെ തിന്നപ്പോ ഉമ്മയായിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹാ തന്റെ മകനോട് ചോദിക്കുന്നു, മോനെ, എന്തിനാണ് ഞാൻ തന്ന കാരക്കയുമായി നീ അപ്പുറത്ത് പോയി ഭക്ഷിക്കുന്നത്? ഇവിടെ തന്നെ ഇരുന്ന് തിന്നൂടെ മോനെ എന്ന് ചോദിച്ചപ്പോ, ഉമ്മ, നിങ്ങൾ തിന്നുന്നതിന് മുമ്പ് ഞാനെങ്ങാനും ആ കാരക്ക തിന്നുപോയാൽ അതെന്റെ ഉമ്മയോട് ഞാൻ ചെയ്യുന്ന അതവുകേടായിരിക്കുമോ എന്ന് പേടിച്ചത് കൊണ്ടാണ് ഞാൻ കുറച്ച് അപ്പുറത്ത് പോയി കാരക്ക തിന്നാനുള്ള കാരണമെന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഖബ്ബലത്തുഹു തന്റെ മകനായ ഹസൻ തങ്ങളെ പിടിച്ചുകൊണ്ട് ചുംബിക്കുകയാണ്. എന്റെ പ്രിയമുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ, ഒരു പെണ്ണ് ഭർത്താവിന്റെ ഉറപ്പ് സമ്പാദിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയാൽ അൽ മർഅതു സാഖിതു അലൈഹാ സൗജുഹാ ഹത്താ യർളാ, ഹബീബായ നബി തങ്ങൾ പറയുന്നു, 3 ആളുകളെ കുറിച്ചാണ് ഹബീബായ നബി തങ്ങൾ വിശദീകരിക്കുന്നത്. അതിൽ 3ാമത്തെ വിഭാഗം ഭർത്താവിന്റെ ഉറപ്പ് സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു ഭാര്യ. ആ ഭാര്യയുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. മാത്രമല്ല, ഭർത്താവിന്റെ ദേഷ്യം സമ്പാദിച്ച ഒരു പെണ്ണ്
ആ പെണ്ണിനെക്കൊള്ള റബ്ബിന്റെ റഹ്മത്തിന്റെ നോട്ടം ആ പെണ്ണിനില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ അതാ ജാഅത്ത് ഇംറഅത്തുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഒരു പെണ്ണതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്തോ മസ്അലകൾ ചോദിച്ചു പഠിക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരികയാണ്. കുറെ മസ്അലകളൊക്കെ ചോദിച്ചതിന്റെ ശേഷം ഹബീബായ നബി തങ്ങൾ ആ പെണ്ണിനോട് ചോദിക്കുകയാണ്, അദാത്തു സൗജിൻ അംതി, മോളെ നീ വിവാഹിതയാണോ? നിനക്ക് ഭർത്താവുണ്ടോ മോളെ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, ഖാലത്ത് നഅം, നബിയെ എനിക്ക് ഭർത്താവുണ്ട്. നബി തങ്ങൾ ചോദിക്കുകയാണ്, ഫകൈഫ അൻതി ലഹു, നീയും നിന്റെ ഭർത്താവും സ്നേഹത്തിലാണോ? നീയും നിന്റെ ഭർത്താവും സന്തോഷത്തോടുകൂടെയാണോ ജീവിക്കുന്നത്? ആ പെണ്ണ് പറഞ്ഞു, മാ ഉഖസ്സിറു ഫീ ഹഖ്ഖിഹി, എന്റെ ഭർത്താവിനോട് ഒരു തെറ്റും ഒരു വീഴ്ചയും ഞാൻ വരുത്തിയിട്ടില്ല നബിയെ.